ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഒരു പ്രകൃതി രമണീയമായ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്റ്റോറിയാണ് റിട്ടൺ ബൈ സാറ ഓൺ ജുവറ്റ്. സോ അതുപോലെ തന്നെ എല്ലാവരുടെയും അറ്റൻഡൻസ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതുതായി വന്നിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം, ലെറ്റ്സ് ഫസ്റ്റ് ഓക്കെ. അപ്പൊ നമ്മുടെ വൈറ്റ് ഹീറോൺ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോറി എഴുതിയിരിക്കുന്നത് സാറ ഓൺ ജുവറ്റ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ നോവലിസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ എഴുത്തുകാരിയായ സാറ ഓൺ ജുവറ്റിനെ കുറിച്ച് ഒരു സ്റ്റോറി പോലെ നോക്കാം. സാറ ഓൺ ജുവറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അമേരിക്കൻ നോവലിസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ അവർ കൂടുതലായും എഴുതിയിരുന്നത് ഷോർട്ട് സ്റ്റോറീസും അതുപോലെ തന്നെ പോയംസും ആയിരുന്നു. 1849 ജനിച്ച അവർക്ക് ചെറുപ്പത്തിൽ തന്നെ റീറ്റാമോയിഡ് എന്ന് പറയുന്ന ഒരു അസുഖം ബാധിക്കുകയായിരുന്നു. ആൻഡ് അതിൽ നിന്നൊക്കെ അവരെ കൈപിടിച്ചു കൊണ്ടുവരാൻ ഉണ്ടായിരുന്നത് അവരുടെ ഫാദറും അതുപോലെ തന്നെ ഫാമിലിയുമായിരുന്നു. അങ്ങനെ അവരുടെ 19ാം വയസ്സിലായിരുന്നു അവർ അവരുടെ ആദ്യത്തെ സ്റ്റോറി പബ്ലിഷ് ചെയ്യുന്നത്. പിന്നീടും അവർ കുറെ അധികം എഴുതുകയും അവരുടെ കഴിവുകൾ തെളിയിച്ചിട്ടുള്ളതുമാണ്. സോ എന്താണ് സാറ ജോൺ ജുവറ്റിന് ഈ സ്റ്റോറിയിലൂടെ നമ്മളോട് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. സോ നമുക്ക് നേരെ നമ്മുടെ സ്റ്റോറിയിലേക്ക് പോകാം. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് വെറും 5 കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് വൺ ആണ് നമ്മുടെ മെയിൻ കഥാപാത്രമായ സിൽവിയ എന്ന് പറയുന്ന 9 വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടി. ആൻഡ് അവരുടെ അമ്മൂമ്മയായ ഗ്രാൻഡ് മദറായ മിസ്സിസ് ടില്ലി എന്ന് പറയുന്ന ഒരു മുത്തശ്ശി. പിന്നെ നമ്മുടെ കഥയിലുള്ളത് അവരുടെ കൗവായ പശുവായ മിസ്റ്റസ് മൂളി എന്ന് പറയുന്ന ഒരു പശുവാണ്. പിന്നെ അവിടെയുള്ള 2 കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു ഹണ്ടറും ഒരു വൈറ്റ് ഹെറോണുമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ നെയിം പോലെ തന്നെ വൈറ്റ് ഹെറോൺ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള കൊക്കിനെ പോലുള്ള ഒരു പക്ഷിയാണ്. സോ ഈ 5 കഥാപാത്രങ്ങളുമാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറിയിലുള്ളത്. നമ്മുടെ ടെക്സ്റ്റിൽ ഇത് കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്, കാരണം ഇത് ഒരു നോവലിന്റെ രൂപത്തിലുള്ള ഒരു സ്റ്റോറിയാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഈ സ്റ്റോറിയെ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലാവുന്ന രീതിയിൽ ഷോർട്ട് സമ്മറി ആക്കി പറഞ്ഞു തരുന്നതാണ് കേട്ടോ. സോ ക്ലാസ് എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ കാണുക. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ സ്റ്റോറി. അപ്പോൾ നമ്മുടെ കഥ തുടങ്ങുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ സിൽവിയ എന്ന് പറയുന്ന നമ്മുടെ കൊച്ചു പെൺകുട്ടി അവരുടെ പശുവുമായിട്ട് കാട്ടിലൂടെ നടന്നു വരികയാണ്. നമ്മുടെ ഈ പശുവിന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അതിന് ഒളിച്ചു നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ട്. സോ അങ്ങനെ പൊന്തക്കാട്ടുകളുടെ ഇടയിൽ നിന്നൊക്കെ മിസ്റ്റർ മൂളി എന്ന് പറയുന്ന നമ്മുടെ പശുവിനെ സിൽവിയ കണ്ടെത്തുന്നുണ്ട്. എന്നിട്ട് അവൾ അവരുടെ പശുവിനെയും കൂട്ടി വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ വീട്ടിലേക്ക് എത്താൻ വളരെ വൈകിയിട്ടുണ്ടായിരുന്നു. അവിടെ മുത്തശ്ശി വീട്ടിൽ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. കാരണം സിൽവിയയും മുത്തശ്ശിയും ആ വില്ലേജിൽ ഒറ്റക്കാണ് താമസിക്കുന്നത്. സിൽവിയക്ക് കുറച്ച് സഹോദരിമാരും ഫാമിലിയും ഒക്കെ ഉണ്ടെങ്കിലും അവൾ അവളുടെ മുത്തശ്ശിയുമായി വില്ലേജിലാണ് താമസിക്കാറ്. കാരണം സിൽവിയയുടെ ഫാമിലിയും സിസ്റ്റേഴ്സും എല്ലാം താമസിക്കുന്നത് ടൗണിലാണ്. എന്നാൽ നമ്മുടെ സിൽവിയക്ക് ടൗണിൽ താമസിക്കുന്നത് തീരെ ഇഷ്ടമില്ല. അവൾക്ക് ഈ പ്രകൃതിയുമായി ഇങ്ങനെ ഇണങ്ങിച്ചേർന്ന് അവരുടെ മുത്തശ്ശിയുമായി ഈ കാടിനടുത്തുള്ള വില്ലേജിൽ താമസിക്കാനാണ് ഏറ്റവും ഇഷ്ടം. എന്നാൽ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവൾ അവളുടെ മുത്തശ്ശിയെ ഒറ്റക്കാക്കി പോന്നിരിക്കുകയാണ്. അതും നേരം ഇരുട്ടാവാറാവുന്ന സമയത്ത്. പക്ഷെ മുത്തശ്ശിക്ക് അറിയാം അവരുടെ ഈ പശുവിന് കുറച്ച് കുറുമ്പുണ്ടെന്നും അതിനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നും മുത്തശ്ശിക്ക് അറിയാം. അങ്ങനെ നമ്മുടെ കൊച്ചു പെൺകുട്ടിയും അവരുടെ പശുവിനെയും കൂട്ടി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് പെട്ടെന്ന് സിൽവിയക്ക് ഒരു വിസിലടിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. അവൾക്കത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതൊരു പക്ഷിയുടെ ശബ്ദമല്ല, പകരം ഒരു പയ്യന്റെ വിസിലിന്റെ ശബ്ദമാണെന്ന്. ആൻഡ് അവൾക്ക് തെറ്റിയില്ല, അതൊരു ബേർഡ് ഹണ്ടർ ആയിരുന്നു, ഒരു പക്ഷി വേട്ടക്കാരനായിരുന്നു. പക്ഷെ അയാൾ വേട്ടക്കിടയിൽ വഴി തെറ്റിയാണ് അവരുടെ മുൻപിൽ വന്നത്. സോ സിൽവിയ കാണുന്ന വേട്ടക്കാരൻ ആ കൊച്ചു പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട്, ഇനി തിരിച്ചു പോകാനുള്ള വഴി ഏതെങ്കിലും നിനക്ക് അറിയോ എന്നൊക്കെ. പക്ഷെ നമ്മുടെ സിൽവിയ ആ ഹണ്ടറിനെ കണ്ട് കുറച്ച് പേടിച്ചിരിക്കുകയാണ്. കാരണം അവർക്ക് അറിയാത്തൊരു സ്ട്രേഞ്ചർ ആണ്. അതുപോലെ തന്നെ അവർ വീട്ടിലേക്ക് എത്താൻ വൈകിട്ടുമുണ്ട്. പക്ഷെ നമ്മുടെ ഹണ്ടർ സിൽവിയയുടെ പിന്നാലെ ഇങ്ങനെ പിന്നെയും ചോദിച്ചു വന്നതോടെ നമ്മുടെ സിൽവിയ പശുവിനൊപ്പം ഹണ്ടറിനെയും കൂട്ടി വീട്ടിലേക്ക് പോകുന്നു. പക്ഷെ വീട്ടിലെത്തിപ്പോ മുത്തശ്ശി ചോദിക്കുന്നു, ആരാണ് ഇയാൾ, ഏതാണ് ഈ ഹണ്ടർ എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷെ നമ്മുടെ പാവം സിൽവിയക്കുണ്ടോ ഇത് വല്ലതും അറിയുന്നു? അവൾക്ക് അദ്ദേഹത്തെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ലായിരുന്നു. സോ ഇത് കണ്ടു നിന്ന് നമ്മുടെ പയ്യനായ വേട്ടക്കാരൻ മുത്തശ്ശിയോട് അവൻ തന്നെ അവനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സോ ഇത് കേട്ടത് മുത്തശ്ശി ആ പയ്യനെ, ആ ഹണ്ടറിനെ അവരുടെ വീട്ടിൽ താമസിക്കാൻ സമ്മതിച്ചു. ആൻഡ് അന്ന് രാത്രി അവർ ഒരുമിച്ച് ഡിന്നർ കഴിക്കുകയും ചെയ്തു. അതിനിടയിൽ നമ്മുടെ മുത്തശ്ശി അവരുടെ ഫാമിലിയെ കുറിച്ച് വിവരിച്ചു. അതായത് അവർക്ക് 4 മക്കൾ ഉണ്ടായിരുന്നു എന്നും അതിലൊന്നായിരുന്നു സിൽവിയന്റെ അമ്മയെന്നും അതുപോലെ തന്നെ അവർക്ക് ഡാൻ എന്ന് പറയുന്ന ഒരു മകനുണ്ടായിരുന്നു എന്നും അവൻ ഒരു ഹണ്ടർ ആയിരുന്നു എന്നും ഒക്കെ പറഞ്ഞു. അതുകൊണ്ടൊക്കെ തന്നെ അവരുടെ ഫാമിലിക്ക് പക്ഷികളെ കുറിച്ചും ഈ കാടിനെ കുറിച്ചും നല്ല അറിവുണ്ടെന്നൊക്കെ നമ്മുടെ മുത്തശ്ശി ഹണ്ടറിനോട് പറഞ്ഞു കൊടുക്കുന്നു. ഇത് കേട്ട നമ്മുടെ പയ്യനായ ഹണ്ടർ വേട്ടക്കാരൻ സന്തോഷിക്കുന്നു. അവനും അവന്റെ സ്റ്റോറി പറയുന്നു. അതായത് 5 വർഷമായിട്ട് അവരിങ്ങനെ പക്ഷികളെ ശേഖരിക്കുകയാണ്, അവന് പക്ഷികളെ വളരെ ഇഷ്ടമാണെന്നും അവരിങ്ങനെ പലപ്പോഴും പക്ഷികളെ ഇങ്ങനെ വേട്ടയാടാൻ ഇറങ്ങാറുണ്ടെന്നൊക്കെ പറയുകയാണ്. അത് കേട്ടതും നമ്മുടെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ആ വേട്ടക്കാരനോട്, നീ വേട്ടയാടി പിടിക്കുന്ന പക്ഷികളെ കൂട്ടിലിട്ടാണോ വളർത്താറെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹണ്ടർ പറയുന്നു,
അവൻ ഒരു ശാസ്ത്രജ്ഞനായതുകൊണ്ട് പലപ്പോഴും വെടിവെച്ചും അതുപോലെ തന്നെ കൂട്ടിൽ കെണി വെച്ചും ഒക്കെയാണ് പക്ഷികളെ പിടിക്കാറെന്ന്. അങ്ങനെ കുറച്ച് കിലോമീറ്ററുകൾക്ക് ദൂരെ നമ്മുടെ ഹണ്ടർ ഒരു വൈറ്റ് ഹീറോനെ കാണുന്നു. അതായത് നമ്മുടെ ഒരു കൊക്ക് പോലത്തെ പക്ഷിയെ കാണുന്നു. ഇത് കണ്ടതും നമ്മുടെ ഹണ്ടറിന് അതിനെ പിടിക്കാനായിട്ട് വല്ലാതെ മോഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ നമ്മുടെ സിൽവിയയുടെ ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുത്തശ്ശി അവനോട് ചോദിച്ചു, എന്തിനാണ് നിനക്ക് അതിനെ പിടിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് അതിനെ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിനെ പിടിക്കാൻ എന്നെ സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ $10 തരാം എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടത് നമ്മുടെ മുത്തശ്ശി സന്തോഷിക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് നമ്മുടെ സിൽവിയ ഇവരുടെ സംസാരത്തിലൊന്നും ശ്രദ്ധിക്കാതെ പ്രകൃതിയിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ മുത്തശ്ശി സമ്മതിച്ചതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം സിൽവിയയും നമ്മുടെ ഹണ്ടറും വൈറ്റ് ഹീറോയിനെ പിടിക്കാൻ കാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ സിൽവിയക്ക്, നമ്മുടെ കൊച്ചു പെൺകുട്ടി സിൽവിയക്ക് നമ്മുടെ ഹണ്ടറായ പയ്യനോടുള്ള പേടിയൊക്കെ കുറച്ചിങ്ങനെ കുറഞ്ഞു വരികയാണ്. അവൾക്ക് തോന്നുകയാണ് നമ്മുടെ ഈ ഹണ്ടർ ഒരു പക്ഷി പ്രേമിയാണെന്നും അതുപോലെ തന്നെ അവൻ പ്രകൃതി ആസ്വദിക്കുന്നതുമാണെന്ന് തോന്നുകയാണ്. അതേസമയം അവർ ഇങ്ങനെ കാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഹണ്ടർ, നമ്മുടെ സിൽവിയ, നമ്മുടെ കൊച്ചു പെൺകുട്ടിക്ക് പലതരം പക്ഷികളെ കുറിച്ചും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒപ്പം അവൻ സിൽവിയക്ക് ഗിഫ്റ്റ് ആയിക്കൊണ്ട് ഒരു കത്തിയും നൽകുന്നുണ്ട്. ഒരു മടക്കി വെക്കാനൊക്കെ പറ്റുന്ന ഒരു സ്പെഷ്യൽ കത്തിയും കൊടുക്കുന്നുണ്ട്. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞതോടെ നമ്മുടെ ഹണ്ടർ ഒരു പക്ഷിയെ വെടിവെക്കുകയാണ്. ഇത് കണ്ടതും നമ്മുടെ സിൽവിയ ഒന്ന് പകച്ചുപോയി. അവൾക്ക് തോന്നി നമ്മുടെ ഈ ഹണ്ടറിന് തോക്കില്ലാത്തതായിരുന്നു നല്ലതെന്ന്. അതുപോലെ തന്നെ സിൽവിയക്ക് ആ ഹണ്ടറിനോട് കുറച്ച് അഫെക്ഷനും വരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ സിൽവിയ ഈ വൈറ്റ് ഹീറോനെ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അവൾ ഒരു ഉയരമുള്ള പൈൻ മരത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വൈറ്റ് ഹീറോന്റെ കൂട് കണ്ടുപിടിക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ നമ്മുടെ സിൽവിയ നമ്മുടെ ഈ വൈറ്റ് ഹീറോന്റെ നെസ്റ്റ് ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ താഴേക്ക് നോക്കിയപ്പോഴാണ് അവർ ആ കാഴ്ച കാണുന്നത്. താഴെ ഒരു വൈറ്റ് ഹീറോൺ ഇരിക്കുന്നു. അത് പറന്ന് അതിന്റെ കൂട്ടിലേക്ക് ചെന്ന് അതിന്റെ ഇണയോടൊപ്പം ചേർന്നു. സിൽവിയ അതിനെ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ പൈൻ മരത്തിൽ നിന്ന് ഇറങ്ങി ഈ കാര്യം നമ്മുടെ ഹണ്ടറിനോട് പറയണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ച് നടന്നു. അതേസമയം നമ്മുടെ മുത്തശ്ശിയും ഹണ്ടറും സിൽവിയെ തിരഞ്ഞിറങ്ങിയിരിക്കുകയാണ്. കാരണം സിൽവിയ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നേക്കാണ്. സോ അവളെ കാണാതായതോടെ നമ്മുടെ മുത്തശ്ശിയും ഹണ്ടറും അവളെ തിരഞ്ഞിറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മുടെ ഹണ്ടറും മുത്തശ്ശിയും അവളെ കണ്ടുപിടിക്കുകയാണ്. അവളുടെ വരവ് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഹണ്ടറിന് മനസ്സിലായി അവൾക്ക് നമ്മുടെ വൈറ്റ് ഹീറോന്റെ സ്ഥലം പിടികിട്ടിയിട്ടുണ്ടെന്ന്. $10 കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മുത്തശ്ശിയും ഹണ്ടറിന്റെ കൂടെ നിന്ന് സിൽവിയനോട് എവിടെയാണ് വൈറ്റ് ഹെറോന്റെ നെസ്റ്റ് എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ആ സമയത്ത് നമ്മുടെ കൊച്ചു പെൺകുട്ടി സിൽവിയ അവരോടത് പറഞ്ഞില്ല. $10 കിട്ടുമായിരുന്നിട്ടും അതുപോലെ തന്നെ അവൾക്ക് ആ ഹണ്ടറിനോട് ചെറിയൊരു അഫെക്ഷൻ ഉണ്ടായിരുന്നിട്ടും ആ കൊച്ചു പെൺകുട്ടിക്ക് തോന്നി ബേർഡ്സ് ആണ്, പക്ഷികളാണ്, നേച്ചറാണ്, പ്രകൃതിയാണ് അതിലേറെ വലിയ സുഹൃത്തുക്കളെന്ന്. അതുകൊണ്ട് തന്നെ ആ കൊച്ചു പെൺകുട്ടി വൈറ്റ് ഹെറോനെ കണ്ടുപിടിച്ച കാര്യം അവരിൽ നിന്ന് മറച്ചു വെക്കുകയാണ്. സോ ഈ സ്റ്റോറിയിലൂടെ നമ്മുടെ കഥാകാരിയായ സാറ ഓൺ ജുവറ്റ് നമ്മുടെ ഈ കൊച്ചു പെൺകുട്ടിയുടെ നിഷ്കളങ്കമായ പ്യുവർ ആയിട്ടുള്ള ഹേർട്ടാണ് കാണിച്ചു തരുന്നത്. വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ബാല്യക്കാരിയും അവൾക്ക് പ്രകൃതിയോടുള്ള ഇഷ്ടവും ക്രേസും എല്ലാം കാണിച്ചു തരുന്ന എ വൈറ്റ് ഹീറോ എന്ന് പറയുന്ന നമ്മുടെ സ്റ്റോറി ഇവിടെ കഴിയുകയാണ്. സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ ക്ലാസ്സിന്റെ ഇവിടെ വരെ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു ഗ്രീൻ ഹാർട്ട് കമന്റ് ചെയ്യുക. സോ ആസ് ഐ സേ ഓൾവേസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ചാപ്റ്ററുമായി കാണാം. ലെറ്റ്സ് ഫസ്റ്റ് ഡേ.